Welcome back to a new topic, and today we discuss the topics landslides. What are the reasons behind these landslides? Then how can you prevent landslide? Okay, so before moving on to the topic, let us discuss what is natural hazards. It is naturally occurring event that has an effect on people, then animals, or to the environment. You can extend to that case also. If any hazards like earthquakes, floods, anything occurs, it will affect the people and the animals or the other things, other environment in a very bad way, isn't it? ഏതൊരു ഹസാർഡ് എടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഏതൊരു വളരെ ഈ പറയുന്ന പ്രകൃതി ദുരന്തങ്ങൾ എടുത്തു കഴിഞ്ഞാലും അത് വളരെ മോശകരമായ രീതിയിൽ തന്നെയാണ് നമ്മുടെ ഹ്യൂമൻ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ലോകത്തെ തന്നെ ബാധിക്കുന്നത്. The interaction of human exposure and the vulnerability and the natural extremes that creates loss and disruption in social and environmental systems. Okay. ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ ഒരുപക്ഷെ ചിലപ്പോൾ നമ്മുടെ അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിൻ്റെ പ്രവർത്തികൾ മൂലമാകാം, ഇല്ലെങ്കിൽ നാച്ചുറലി ഒക്കർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ മൂലമാകാം. ഇതെല്ലാം ഫൈനലി അഫക്റ്റ് ചെയ്യപ്പെടുന്നത് നമ്മളും അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെൻറ്റ് സിസ്റ്റത്തിനെ ആയിരിക്കും. ഓക്കെ. The natural process such as volcanic eruptions, earthquakes, floods, hurricanes become hazards when they threaten human life and property. ഇത് എപ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള നാച്ചുറൽ ഹസാർഡായി മാറുന്നത് അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളായിട്ട് മാറുന്നത് എപ്പോഴാണ്? നമ്മുടെ ലൈഫിനും അതുപോലെ നമ്മുടെ പ്രോപ്പർട്ടീസിനും ഒക്കെ ത്രെട്ടൺ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ പറയുന്ന നാച്ചുറൽ പ്രോസസ്സ് നമുക്കൊരു ഹസാർഡായി മാറുന്നത്. സോ ദാറ്റ് ഈസ് ദ ബേസിക് തിങ് ഓർ വാട്ട് യു മീൻ ബൈ നാച്ചുറൽ ഹസാർഡ് എന്ന് പറയുന്നൊരു കേസ് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ മൂവിങ് ഓൺ ടു അവർ ടുഡേസ് ടോപ്പിക്, ദാറ്റ് ഈസ് ലാൻഡ്സ്ലൈഡ്സ്. എന്താണ് ലാൻഡ്സ്ലൈഡ്? എങ്ങനെയാണ് ലാൻഡ്സ്ലൈഡ് ഡെവലപ്പ് ചെയ്യുന്നത്? എന്തൊക്കെയാണ് കാറ്റഗറീസ് ഉള്ളത്? ഇറ്റ് റെഫേഴ്സ് ടു ദ ഡൗൺവേർഡ് സ്ലൈഡിംഗ് ഓഫ് ഹ്യൂജ് ക്വാണ്ടിറ്റീസ് ഓഫ് ലാൻഡ് മാസ് വിച്ച് occur along steep slopes of hills or mountains and may be sudden or slow. So clearly the definition provided. It is the downward sliding of huge quantities of land mass. വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു ലാൻഡ് മാസ് അല്ലെങ്കിൽ സോയിൽ, വളരെ കൂടിയിരിക്കുന്ന ഒരു സോയിൽ മാസോ അല്ലെങ്കിൽ റോക്ക് സർഫസോ കാര്യങ്ങളോ വളരെ സ്റ്റീപ്പ് സർഫസിലൂടെ അല്ലെങ്കിൽ സ്ലോപ്പ് ആയിട്ടുള്ളൊരു സർഫസിലൂടെ യൂഷ്വലി ഇൻ ദ കേസ് ഓഫ് ഹിൽസ് ഓർ മൗണ്ടൻസിലാണ് ഹാപ്പൻ ചെയ്യുന്നത്. അതൊന്നെങ്കിൽ വളരെ സഡനായിട്ട് സംഭവിക്കാം, ഇല്ലെങ്കിൽ പയ്യെ സംഭവിക്കാം. ഈ ഒരു കേസാണ് ലാൻഡ് സ്ലൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലാൻഡ് സ്ലൈഡ് ഡെവലപ്പ് ചെയ്ത് വളരെ 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 പ്രശ്നങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് എർത്ത് മൂവ്മെൻറ്റ്സ്. ഹൗ ക്യാൻ യു ക്ലാസിഫൈ ദം? ഓൾ മൂവ്മെൻറ്റ്സ് ഓഫ് ലാൻഡ് മാസസ് ആർ റെഫേർഡ് ആസ് ലാൻഡ് സ്ലൈഡ്സ്, as you know. ഏതൊരു ലാൻഡ് മാസ് മൂവ്മെൻറ്റിനെ നമുക്ക് ജനറലി ക്ലാസിഫൈ ചെയ്യാം ലാൻഡ് സ്ലൈഡ്, isn't it? But differ in many respects. Therefore, all types of landslides are categorized as earth movements. അതുകൊണ്ട് തന്നെ ഡിഫറെൻ്റ് രീതിയിലായിരിക്കാം ഒരു പക്ഷേ ഈ പറയുന്ന ലാൻഡ് സ്ലൈഡ് ഡെവലപ്പ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമുക്കതിനെ ജനറലി നമുക്ക് വിളിക്കാവുന്നതാണ് എർത്ത് മൂവ്മെൻറ്റ്. അതായത് ഒരു സോയിൽ സർഫസ് അല്ലെങ്കിൽ ഒരു സോയിലായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൂവ്മെൻ്റ് ആണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സോ യു ക്യാൻ ജനറലി ടേംഡ് ആസ് കോൾ ആസ് എർത്ത് മൂവ്മെൻറ്റ്സ്. നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് എർത്ത് ഫ്ലോ. അതിനകത്ത് കാറ്റഗറൈസ് ചെയ്യാം സോളിഫിക്കേഷൻ, ക്രീപ്പ്, റാപ്പിഡ് ഫ്ലോസ്. ദെൻ മൂവിങ് ഓൺ ടു ലാൻഡ് സ്ലൈഡ്സ്, ഡെബ്രി സ്ലൈഡ്, റോക്ക് സ്ലൈഡ്, റോക്ക് ഫോൾസ്, ദെൻ സബ്സിഡൻസ്, പ്ലാസ്റ്റിക് ഫ്ലോ ആൻഡ് കൊളാപ്സ്. വി വിൽ go through those topics. What do you mean by this solidification? As you observe this diagram, if you observe clearly, you will get some idea. It is a downward movement of wet soil along the slopes under the influence of gravity. ഓക്കെ, അതായത് ഒരു വെറ്റ് സോയിലിൻ്റെ മൂവ്മെൻറ്റ് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യപ്പെടുവാണെന്ന് കരുതിക്കൊള്ളുക. ഈ പറയുന്ന ഒരു മൗണ്ടൻ സർഫസ് നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുക അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്യുക. ഒരു മൗണ്ടൻ ഏരിയാസ് നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുക. അതിനകത്ത് സോയിലും അല്ലെങ്കിൽ അതോട് അനുബന്ധിച്ച് കിടക്കുന്ന ലാൻഡ് മാസും വെറ്റായിട്ടിരിക്കുന്ന നനഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണെന്ന് കരുതിക്കൊള്ളുക. So if there is some movement going to happen due to the influence of gravity, gravitational force in influence കൊണ്ട് സംഭവിക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് solidification. Okay.
Then moving on to the next term, that is soil creep. Creep is extremely slow downward movement of dry surfacial matter. Okay. ഹിയർ ഓൾസോ എല്ലാ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നതും ലാൻഡ് മാസിൻ്റെ മൂവ്മെൻറ്റ് തന്നെയാണ്. അത് പല രീതിയിൽ, ആദ്യം പറഞ്ഞു വെറ്റ് സോയിലിൻ്റെ ഒരു കേസാണ്. ഇതൊരു ഡ്രൈ സോയിൽ അല്ലെങ്കിൽ ഡ്രൈ കണ്ടീഷനിൽ ഇരിക്കുന്ന ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഡ്രൈ കണ്ടീഷനിൽ ഇരിക്കുന്ന ഒരു സോയിലിൻ്റെ വളരെ സ്ലോ ഡൗൺവേർഡ് മൂവ്മെൻ്റ് ആണ്. ഓക്കെ, സോ ഇഫ് യു ഒബ്സർവ്, the movement of the soil occurs in regions which are subject to freeze-thaw conditions. The freeze lift the particles of soil and rocks when there is a thaw. The particles are set back down but not in the same place as before. Statement ഇത്രയേ ഉള്ളൂ. If there are some cracks, ഏതെങ്കിലും ചെറിയ രീതിയിലുള്ള ക്രാക്സസോ കാര്യങ്ങളോ ഡെവലപ്പ് ചെയ്യുവാണെങ്കിൽ അതിനകത്ത് ഈ പറയുന്ന വാട്ടർ പാർട്ടിക്കിൾസിന് ആ പറയുന്ന ക്രാക്സിലേക്ക് വരികയും തുടർന്ന് അതിനകത്ത് പ്രഷർ കാര്യങ്ങൾ കൂടുകയും എക്സ്പാൻഷനോ കാര്യങ്ങളോ സംഭവിച്ച് ഈ പറയുന്ന പാർട്ടിക്കിൾസ് താഴേക്ക് പോവുകയൊക്കെയാണ് ചെയ്യുന്നത്. സോ ആ ഒരു കണ്ടീഷൻ വെറ്റ് സോയിലിൻ്റെ ഒരു ഡൗൺവേർഡ് മൂവ്മെൻറ്റ് കാര്യങ്ങളിലാണ് ഉദ്ദേശിക്കുന്നത്. ക്രീപ്പ്, സോയിൽ ക്രീപ്പ്. ദിസ് ഡയഗ്രാംസ് റെപ്രസെൻറ്റ്സ് ദ സോയിൽ ക്രീപ്പ്. ഓക്കെ, then next one is rapid flow. It is similar to creep but different terms of speed and depth. It is very faster. As the name indicates, the flow conditions is very speed. Okay, and also it will move on to a greater depth or very deep. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ആഴത്തിലായിരിക്കും ഈ പറയുന്ന ഒരു ലാൻഡ് സ്ലൈഡ് അല്ലെങ്കിൽ ഈ പറയുന്ന എർത്ത് മൂവ്മെൻറ്റ് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യപ്പെടുന്നത്. ക്രീപ്പിൻ്റെ കേസിൽ ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 1 to 2 മീറ്റർ ആണെങ്കിൽ റാപ്പിഡ് ഫ്ലോൻ്റെ കേസിൽ 5 മീറ്റർ വരെ ഡെപ്ത് വരെ പോകാം, അല്ലെങ്കിൽ അത് കൂടുതൽ പോകാം. സോ ദാറ്റ്സ് എ കേസ്. Now moving on to the next term, that is landslides. If a mass of earth moves along a definite plane or surface, the failure is termed as landslide. നമുക്കിവിടെ കാണാൻ സാധിക്കും, ഇവിടെ ഒരു ഡയഗ്രാം കാര്യങ്ങൾ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. ഒരു ഹ്യൂജ് പോർഷൻ ഓഫ് റീജിയൻ ആണ് അല്ലെങ്കിൽ ഹ്യൂജ് പോർഷൻ ഓഫ് ലാൻഡ് മാസ് ആയിരിക്കും ഈ പറയുന്ന ലാൻഡ് സ്ലൈഡ് മൂലം അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ് അങ്ങനെയുള്ള ഹസാർഡ്സ് മൂലം പോകുന്നത്. നമുക്ക് നമ്മുടേതായ കേരളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഹൈ റേഞ്ച് റീജിയൻസ്, അതായത് ഇടുക്കി, വയനാട് തുടങ്ങിയ റീജിയൻസ് ഒക്കെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളതിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് പോവുകയാണെങ്കിലും ഇതേപോലെ മണ്ണിടിഞ്ഞു പോയിരിക്കുന്ന റീജിയൻസും കാര്യങ്ങളും ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഈ കഴിഞ്ഞ വർഷം തന്നെ ഇതേപോലെ ഒരു വലിയൊരു പ്രകൃതി ദുരന്തം ഉണ്ടായിരുന്നു. ഈ ലാൻഡ് മാസ് മൊത്തത്തിൽ താഴേക്ക് പോവുകയും തുടർന്ന് ഈ താഴെ അല്ലെങ്കിൽ ഏറ്റവും അടിവാരത്തുള്ളവരുടെ വീടുകളും അതുപോലെ തന്നെ ഹ്യൂമൻ ബീങ്സും അങ്ങനെ പല നാശനഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ വലിയൊരു ഹസാർഡാണ് ഈ പറയുന്ന ലാൻഡ് സ്ലൈഡ് കാര്യങ്ങൾ. അത് ഈ പറയുന്ന ഹ്യൂജ് മാസമായിട്ട് പോയി കഴിയുമ്പോഴാണ് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. ദ ലാർജ് ബ്ലോക്ക് നോൺ ആസ് സ്ലം ബ്ലോക്ക് മൂവ്സ് ഡ്യൂറിങ് ദ ലാൻഡ് സ്ലൈഡ്. പറഞ്ഞിരുന്നു, വളരെ വലിയൊരു ബ്ലോക്ക് ഈ ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ അത്ര ഒരു ഹ്യൂജ് എഫക്റ്റ് അല്ല, മറിച്ച് ഒരു വലിയൊരു റീജിയനാണ് താഴേക്ക് അങ്ങ് പോകുന്നത്. ഈ വലിയ റീജിയൻ വന്ന് താഴെ വീണ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ മനസ്സിലാവും ഈ പറയുന്ന ആൾക്കാരും അതുപോലെ തന്നെ വീടും കാര്യങ്ങളെല്ലാം നശിക്കും. ദ സ്ക്യാർ എബോവ് എ ലാൻഡ് സ്ലൈഡ് ഈസ് ഈസിലി വിസിബിൾ. നമുക്കിവിടെ ഒബ്സർവ് ചെയ്താൽ വളരെയധികം ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. ഇതേപോലെ വിള്ളലുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. അവിടെ നിന്നും ഈ പറയുന്ന അടുത്ത റീജിയനിലേക്ക് അവിടുന്ന് ഈ ലാൻഡ് മാസ് കാര്യങ്ങളൊക്കെ പൊടിഞ്ഞു പോകാൻ അല്ലെങ്കിൽ ലാൻഡ് മാസിന് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. They can occur along a slope where the internal resistance of the rocks are reduced or they lose their holding capacity. എങ്ങനെ ഒരു കണ്ടീഷനിലാണ് ഈ പറയുന്ന ലാൻഡ് സ്ലൈഡ് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത്? നമുക്കറിയാം, ഈ പറയുന്ന ലാൻഡ് മാസ് എന്ന് പറയുന്നത് ഹോൾഡ് ഡൗൺ ചെയ്തിരിക്കുകയാണ്, അതായത് ബൈൻഡ് ചെയ്തിരിക്കുകയാണ്. എല്ലാ പാർട്ടിക്കിൾസും വളരെ അടുത്തടുത്ത് വളരെ ഹോൾഡ് ഡൗൺ ചെയ്ത് സെറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇതിൻ്റെ ഒരു ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ ബൈൻഡിങ് പ്രോപ്പർട്ടി ലൂസ് സംഭവിച്ചു കഴിഞ്ഞാൽ, റെഡ്യൂസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് ഒബ്വിയസ്ലി ആ പറയുന്ന പാർട്ടിക്കിൾസ് താഴേക്ക് പോകാനുള്ള ടെൻഡൻസി ആയിരിക്കും കൂടുന്നത്. അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് ഈ പറയുന്ന പ്രശ്നങ്ങളിലേക്ക് ലീഡ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഡ്യൂറിങ് ദ മൂവ്മെന്റ് ലാൻഡ്സ്ലൈഡ് ക്യാൻ റിസൾട്ട് ഇൻ ടു ദ ഡെബ്രീസ് സ്ലൈഡ്സ് ആർ ഫെയിലിയർ of unconsolidated material on a surface, rock slide or rock fall where movement of large rock block rolls. മറ്റൊന്നുമല്ല, ലാൻഡ് മാസിൻ്റെ കേസ് തന്നെയാണ് പറയുന്നത്.
അതായത് ഒട്ടും കൺസോൾഡിയേറ്റ് ചെയ്യപ്പെടാത്ത ഒരു അവസ്ഥയിൽ, അതായത് മെറ്റീരിയൽസ് ഒന്നും പ്രോപ്പർലി അറേഞ്ച് ചെയ്യപ്പെടാത്തൊരവസ്ഥയിൽ ഈ പറയുന്ന റോക്ക് ബ്ലോക്ക് കാര്യങ്ങൾ മൂവ് ചെയ്യപ്പെടുന്നൊരവസ്ഥ, അതാണ് ഈ പറയുന്ന റോക്ക് സ്ലൈഡ് അല്ലെങ്കിൽ ഡെബ്രി സ്ലൈഡ് എന്നൊക്കെ പറയുന്നത്. ഒരു സ്ലോപ്പായിട്ടുള്ള റീജിയനിൽ വളരെ അൺകൺസോൾഡേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ വളരെ സ്റ്റീപ്പായിട്ടിരിക്കുന്ന ഒരു റീജിയനാണെന്ന് കരുതുക, വളരെ സ്ലോപ്പായിട്ടുള്ള റീജിയൻ, അവിടുന്ന് ഈ പറയുന്ന ലാൻഡ് മാസ് കാര്യങ്ങൾ റോൾ ഔട്ട് ചെയ്ത് ചിലപ്പോൾ പോകാം. അങ്ങനെയുള്ള കേസുകൾ പറയുന്നതാണ് റോക്ക് സ്ലൈഡ് അല്ലെങ്കിൽ റോക്ക് ഫോൾ, അങ്ങനെയുള്ള കേസുകൾ പറയുന്നത്. ദേ ആർ ഓൾസോ കോമൺ അലോങ് ദ സ്റ്റീപ്പ് ബാങ്ക്സ് ഓഫ് റിവേഴ്സ്, ലേക്സ് തുടർന്ന റീജിയൻസിലാണ് ഇത് യൂഷ്വലി കാണപ്പെടുന്നത്. പോർ വാട്ടർ പ്രഷർ ഇസ് ദ കീ ടു മോണിറ്ററിങ് ലാൻഡ് സ്ലൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാട്ടറിൻ്റെ പ്രഷർ കാര്യങ്ങൾ, അതായത് എത്രത്തോളം ഈ ഓൾറെഡി പറഞ്ഞു ഒരു ജോയിൻറ്റിനകത്ത് ഈ പറയുന്ന വാട്ടർ കയറി ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ പ്രഷർ കൂടുകയും തുടർന്ന് അവിടെയുള്ള ക്രാക്സ് ഡെവലപ്പ് ചെയ്ത് അതിനകത്തുനിന്ന് ഈ പറയുന്ന ലാൻഡ് സ്ലൈഡ് കാര്യങ്ങളിലേക്ക് ലീഡ് ചെയ്യപ്പെടാം. അപ്പം ഈ വാട്ടർ പ്രഷർ എന്ന് പറയുന്നതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിനെ ഹോൾഡ് ഡൗൺ ചെയ്യാനും അല്ലെങ്കിൽ അതിനെ വിഡ്രോ ചെയ്യാനും എല്ലാം ഈ പോർ വാട്ടർ പ്രഷറിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ റോളുണ്ട്. ഓക്കെ, ദ ഷിയർ സ്ട്രെങ്ത് ഡിക്രീസ് ആൻഡ് ദ വെയിറ്റ് ഇൻക്രീസസ്. ഇത്രയേ ഉള്ളൂ. റെസിസ്റ്റിംഗ് ഫോഴ്സ് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന മെറ്റീരിയൽ അല്ലെങ്കിൽ റോക്ക് പാർട്ടിക്കിൾസ് തമ്മിലുള്ള റെസിസ്റ്റിംഗ് ഫോഴ്സസോ കാര്യങ്ങളോ കുറഞ്ഞു കഴിഞ്ഞാൽ അത് താഴേക്ക് പോരും, അത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. ദ talus accumulation formed by coarser rock fragments resulted from the mechanical weathering along a slope under influence of gravity. ഓക്കെ, നമ്മൾ ഓൾറെഡി കണ്ടതാണ് വെതറിങ് ഓഫ് റോക്സിൻ്റെ കേസിൽ. മെക്കാനിക്കൽ വെതറിങ്ങിൽ ഈ പറയുന്ന റോക്ക് പാർട്ടിക്കിൾസ് ഫിസിക്കൽ വെതറിങ്ങിൽ താഴേക്ക് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് വരുന്നു. അവസാനം ഒരു എല്ലാം കൂടെ വന്ന് സെറ്റിൽ ചെയ്ത് കിടക്കുന്ന ഒരു അവസ്ഥ, അത് ഈ പറയുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടാകാം. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ കാര്യങ്ങളാണ് ഈ പറയുന്ന വലിയ പാർട്ടിക്കിൾസ് ആയിട്ട് വന്ന് സെറ്റിൽ ചെയ്ത് കിടക്കുന്ന ഒരവസ്ഥ. ഓക്കെ, then one more term that is regarding the subsidence, it represents the downward movement of the surface. Here also the same explanation, പല രീതിയിൽ പറയുന്നു. ഈ പറയുന്ന ഡൗൺവേർഡ് മൂവ്മെൻ്റ് ആണ് ഒരു വലിയൊരു ഏരിയ അല്ലെങ്കിൽ വലിയൊരു റീജിയൻ, അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് കാര്യങ്ങളാണ് സബ്സിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇറ്റ് മേ ഒക്കർ ഡ്യൂ ടു plastic outflow of the underlying strata or due to the compaction of the underlying material. എന്താണ് പ്ലാസ്റ്റിക് ഔട്ട്ഫ്ലോ, എന്താണ് കോമ്പാക്ഷൻ, എന്താണ് കൊളാപ്സ്, എന്താണെന്ന് നോക്കാം. ഇറ്റ് മേ ഒക്കർ വെൻ എ പ്ലാസ്റ്റിക് ലെയർ ലൈക്ക് ക്ലേ ബെഡ് ഈസ് സ്ക്യൂസ്ഡ് ഔട്ട്വേർഡ് ഡ്യൂ ടു ഓവർലൈങ് ഹെവി ലോഡ്. അതായത് നമ്മുടെ റീജിയനും കാര്യങ്ങളും അത്യാവശ്യം ഒരു ക്ലേ റീജിയൻ ആണെന്ന് കരുതിക്കൊള്ളുക, ക്ലേ റീജിയൻ ആണെന്ന് കരുതിക്കൊള്ളുക. ഭയങ്കരമായിട്ടുള്ള ലോഡും കാര്യങ്ങളൊക്കെ അതിന് മുകളിലേക്ക് വരും, അല്ലെങ്കിൽ പ്രഷർ കാര്യങ്ങൾ വരുവാന്ന് കരുതിക്കൊള്ളുക. അപ്പോൾ അങ്ങനെയുള്ളൊരു കേസിൽ ഈ പറയുന്ന സബ്സിഡൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന ലാൻഡ് മാസിന് ഈ പറയുന്ന സ്ലോപ്പിൽ കൂടെ മൂവ്മെൻറ്റ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അതാണ് പ്ലാസ്റ്റിക് ഔട്ട്ഫ്ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഒരു സ്ക്യൂസ് ചെയ്ത് കിടക്കുന്ന അല്ലെങ്കിൽ ഒരു ക്ലേ റീജിയൻ ആണെന്ന് കരുതിക്കൊള്ളുക, ഹെവി ലോഡ്സ് കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഒരു ഫിനോമിനയാണ്. ദെൻ കോമ്പാക്ഷൻ, സബ്സിഡൻസ് കോമ്പാക്ഷൻ മൂലം അങ്ങനെ സംഭവിക്കുന്നു. സെഡിമെൻറ്റ്സ് ഓഫൺ ബിക്കം കോമ്പാക്ട് ബിക്കോസ് ഓഫ് ലോഡ്. അതായത് സെഡിമെൻറ്റ്സ് സെറ്റിൽ ചെയ്ത് കിടക്കുന്ന ഒരവസ്ഥയിൽ ഒരുപാട് ലോഡുകൾ വന്നു കഴിയുമ്പോഴത്തേക്ക് അത് കോമ്പാക്ട് ചെയ്ത് കിടക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. എക്സസീവ് പമ്പിങ് ഔട്ട് ഓഫ് വാട്ടർ ആൻഡ് വിഡ്രോവൽ ഓഫ് ഓയിൽ ഫ്രം ദ ഗ്രൗണ്ട്. സബ്സിഡൻസ് ഉണ്ടാകുന്ന ഒരു കേസാണ് നമ്മൾ ഈ വാട്ടർ പമ്പ് ചെയ്തെടുക്കുന്ന ഒരവസ്ഥയിലും അതുപോലെ തന്നെ ഓയിൽ വിഡ്രോ ചെയ്തെടുക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ഓയിൽ നമ്മൾ എടുക്കുന്ന ഒരവസ്ഥയിലും ഗ്രൗണ്ടിൽ നിന്ന് അവിടെ സബ്സിഡൻസിന് ചാൻസ് ഉണ്ട്. ഡ്യൂ ടു കൊലാപ്സ് എക്സ്റ്റെൻസീവ് പുൾ ഔട്ട് ഓഫ് ലാർജ് വോളിയം ഓഫ് അണ്ടർഗ്രൗണ്ട് വാട്ടർ. ദ സെയിം കേസ് വാട്ടർ നമ്മൾ എടുക്കുന്ന ഒരു കേസിൽ ഡെവലപ്പ് ചെയ്യുന്നതാണ്. ഒരു എക്സാമ്പിൾ ഇതാണ്. എക്സാമ്പിൾ നമുക്ക് ഇവിടെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ഒരു രീതിയിൽ ലാൻഡ് മാസിന് മൂവ്മെൻ്റ് ഉണ്ടാവുകയും തുടർന്ന് ഈ പറയുന്ന ലാൻഡ് സ്ലൈഡും അങ്ങനെയുള്ള കേസുകളിലേക്ക് വരികയും ചെയ്യുന്നതാണ് സബ്സിഡൻസിൻ്റെ ഒരു കേസ് പറഞ്ഞു കഴിഞ്ഞാൽ. 2-3 കേസാണ് പറഞ്ഞത്. പ്ലാസ്റ്റിക് ഔട്ട്ഫ്ലോ, ഡ്യൂ ടു കോമ്പാക്ഷൻ, ഡ്യൂ ടു കൊളാപ്സ്. 3 കേസുകളിലൂടെയാണ് ഈ പറയുന്ന സബ്സിഡൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. Then actually what are the causes of these landslides? If you observe, there are various reasons behind these landslides. Let us go through what are those causes. Influence of slope, the region where the slope, how this slope is created or originated. എങ്ങനെയാണ് സ്ലോപ്പ് അവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഇൻഫ്ലുവൻസ് വളരെ വലുതാണ്. പ്രൊവൈഡ്സ് ഫേവറബിൾ കണ്ടീഷൻ ഫോർ ലാൻഡ് സ്ലൈഡ്സ്. വളരെ, അതായത് ഈ ഒരു റീജിയനും ഈ ഒരു സ്ലോപ്പും ഇച്ചിരിയും കൂടെ സ്ലോപ്പ് ചെയ്ത റീജിയനും, അതായത് നമുക്ക് ഈ ഒരു ആംഗിൾ നമുക്ക് വേണമെങ്കിൽ ഒബ്സർവ് ചെയ്യാം. ഇതൊരു 25 ഡിഗ്രി ആണെന്ന് കരുതിക്കൊള്ളുക, ഇതൊരു 60 ഡിഗ്രി ആണെന്ന് കരുതിക്കൊള്ളുക.
ഈ ഡിഗ്രി കൂടുന്തോറും എന്താ സ്ലോപ്പ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും എന്താണ് സംഭവിക്കുന്നത്? ലാൻഡ് മാസിന് പോകാനുള്ള ടെൻഡൻസി കൂടുകയാണ്, അല്ലെങ്കിൽ ഇച്ചിരിയും കൂടെ ഒരു ഫേവറബിൾ കണ്ടീഷൻ ഡെവലപ്പ് ചെയ്യുകയാണ്. Steeper slopes are prone to slippage of land. It is known that most of the material is stable up to certain angle, critical angle or angle of repose. It varies from 30 degree for unconsolidated sediments to 90 degree for massive rocks. 60 to 90 degree for partially jointed rocks. ഇത്രയേ ഉള്ളൂ. ഒരു certain angle വരെ വലിയ കുഴപ്പമില്ലാണ്ട് പോകും. അതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. പക്ഷേ അതിന് ശേഷമുള്ളത് ഇപ്പോൾ ഇറ്റ് വേരീസ് ഫ്രം 30 ഡിഗ്രി ഫോർ അൺകൺസോളിഡേറ്റഡ് സെഡിമെന്റ്സ് ടു 90 ഡിഗ്രി ഫോർ മാസീവ് റോക്സ്. മാസീവ് റോക്കൊക്കെ 90 ഡിഗ്രിയൊക്കെ ആയി കഴിഞ്ഞാലത്തേക്ക് അങ്ങ് താഴേക്ക് പോയിരിക്കും. അപ്പം ആ ഒരു ഡിഫറെൻ്റ് ആംഗിളിൻ്റെ ഒരു കേസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സ്ലോപ്പിൻ്റെ ഒരു കേസിലാണ് ഒന്നാമത്തെ ഒരു കാരണം. രണ്ടാമത്തെ കാരണം ഗ്രൗണ്ട് വാട്ടർ ഓർ അസോസിയേറ്റഡ് വാട്ടർ, മെയിൻ ഫാക്ടർ റെസ്പോൺസിബിൾ ഫോർ സ്ലിപ്പേജ്. വൺ ഓഫ് ദ അതർ റീസൺ ദിസ് ഗ്രൗണ്ട് വാട്ടർ. Suppose the hard or massive rocks are underlain by soft rocks. So due to the presence of this groundwater or some regions, അതിനും സ്ലിപ്പ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ് ഈ പറഞ്ഞ ലാൻഡ് മാസിനും കാര്യങ്ങൾക്കും. Then regarding this geological structures, the structural features of that particular region, occurrence of inclined bedding planes, joint, fault or shear zone are the planes of weakness which create conditions of instability. കുറച്ചധികം ഫീച്ചേഴ്സാണ് ഈ റോക്സുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഫീച്ചേഴ്സാണ് പറയുന്നത്. ബെഡിങ് പ്ലെയിൻസ്, ജോയിൻറ്റ്, ഫോൾട്ട് എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ജിയോളജിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു മോഡ്യൂൾ തന്നെയുണ്ട്. എന്താണ് ജോയിൻറ്റും എന്താണ് ഫോൾട്ട് എന്നുള്ളത് ഇത്രയും നിങ്ങൾ മനസ്സിൽ വെക്കുക. ഒരു പ്ലെയിൻ സർഫസ് അല്ലെങ്കിൽ ഒരു സർഫസ് റീജിയൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ജോയിൻറ്റ്സ് ഉണ്ടാകാം. അതുപോലെ തന്നെ സം സോൺസ്, ഷിയർ ചെയ്യാനുള്ള ടെൻഡൻസിയുള്ള സോൺസ് ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള റീജിയൻസ് വളരെ വീക്കാണ്, അവിടെ സ്റ്റെബിലിറ്റി വളരെയധികം കുറവായിരിക്കും. അപ്പം അങ്ങനെയുള്ള കേസുകളിലും ലാൻഡ് സ്ലൈഡ് ഡെവലപ്പ് ചെയ്യും. ദെൻ ഹ്യൂമൻ ഇൻഫ്ലുവൻസ്, ഒബ്വിയസ്ലി അണ്ടർ കട്ടിങ് അലോങ് ദ ഹിൽ സ്ലോപ്സ് ഫോർ ഓവർ ലേയിങ് റോഡ്സ് ഓർ റെയിൽ ട്രാക്സ് ക്യാൻ റിസൾട്ട് ഇൻ ഇൻസ്റ്റെബിലിറ്റി. നമ്മുടെ ഹ്യൂമൻ ബീങ്സിൻ്റെ ആക്ടിവിറ്റീസ്, നമ്മൾ പല കൺസ്ട്രക്ഷൻ വർക്കുകൾക്കും അല്ലെങ്കിൽ നമ്മുടേതായ ആവശ്യങ്ങൾക്ക് നമ്മൾ റോഡ്സ് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള കേസുകളിലും ഈ പറയുന്ന റീജിയൻസ് ലാൻഡ് സ്ലൈഡിലേക്ക് ലീഡ് ചെയ്യാം. ഡീഫോറസ്റ്റേഷൻ ഇൻ ദ അപ്ലാൻഡ്സ് റിസൾട്ട് ഇൻ മോർ ഇറോഷൻ ഡ്യൂറിംഗ് റെയിനി സീസൺ. നമ്മൾ പറഞ്ഞാണ് ഡീഫോറസ്റ്റേഷൻ അനദർ വളരെ വലിയൊരു റീസൺ ആണ്. മോസ്റ്റ് കോമൺ ഈസ് ദ വൈബ്രേഷൻ റിസൾട്ടഡ് ഡ്യൂ ടു എർത്ത് വേവ്സ്, ബ്ലാസ്റ്റിംഗ് ടു എക്സ്പ്ലോസീവ് വോൾക്കാനിക് എറപ്ഷൻ എക്സെട്ര. ഇത് മറ്റൊരു കാരണമാണ്. എർത്ത് വേക്ക് എന്ന് പറയുന്ന ഒരു ഫിനോമിന ഡെവലപ്പ് ചെയ്യുന്നതും ലാൻഡ് സ്ലൈഡിലേക്ക് ലീഡ് ചെയ്യുക. ഓക്കെ, ദെൻ ഹൗ ക്യാൻ യു പ്രിവെൻറ്റ്? നമ്മൾ കണ്ടു എന്താണ് ലാൻഡ് സ്ലൈഡ് എന്താണെന്ന് കണ്ടു, എന്തൊക്കെ കാരണങ്ങളാണെന്ന് കണ്ടു. ദെൻ ഹൗ ക്യാൻ യു പ്രിവെൻറ്റ്? ദ മെയിൻ ഫാക്ടേഴ്സ് വിച്ച് കോൺട്രിബ്യൂട്ട് ടു ലാൻഡ് സ്ലൈഡ്സ് ആർ സ്ലോപ്പ്, വാട്ടർ കണ്ടന്റ്, ജിയോളജിക്കൽ സ്ട്രക്ചർ, അൺകൺസിഡർഡ് ലൂസ് സെഡിമെന്റ്സ്, ലിത്തോളജി, ഹ്യൂമൻ ഇന്റർഫേസ്. ഈ കാര്യങ്ങളെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം. നമ്മൾ ഓൾറെഡി പറഞ്ഞിരിക്കുന്ന റീസൺസിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ ഒരു പരിധി വരെ നമുക്ക് ഏതാണ് സേഫ് ആക്കാൻ സാധിക്കും. സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടൈനിങ് വോൾ മേ ബി കൺസ്ട്രക്ട് അഗെയിൻസ്റ്റ് ദ സ്ലോപ്സ് വിച്ച് ക്യാൻ പ്രിവെൻറ്റ് റോളിംഗ് ഡൗൺ ഓഫ് മെറ്റീരിയൽ. ടെറസിംഗ് ഓഫ് ദ സ്ലോപ്പ് ഇസ് എൻ എഫക്റ്റീവ് മെഷർ. ഇത്രയേ ഉള്ളൂ. എവിടെയാണോ സ്ലോപ്ഡ് ആയ റീജിയൻസ്, വളരെ സ്ലോപ്ഡ് ആയ റീജിയൻസ്, അവിടെ നമ്മൾ ഈ പറയുന്ന ഒരു റീറ്റൈനിങ് വോൾ കൺസ്ട്രക്ട് ചെയ്യുക. നമ്മുടെ സാധാ ഒരു വോൾ പോലെ റീറ്റൈനിങ് വോൾ, ഈ പറയുന്ന മണ്ണൊലിപ്പ് തടയാനായിട്ടുള്ളൊരു പരിപാടിയാണ് പറയുന്നത്. ലാൻഡ് സ്ലൈഡ് തടയാനായിട്ടുള്ളൊരു കേസാണ് പറയുന്നത്. സ്ലോപ്ഡ് ആയിട്ടുള്ള റീജിയനിൽ റീറ്റൈനിങ് വോള് കാര്യങ്ങൾ കൺസ്ട്രക്ട് ചെയ്യപ്പെടുക. ദെൻ അടുത്തൊരു കേസ് എന്ന് പറയുന്നത് എഫക്റ്റ് ഓഫ് വാട്ടർ. മേക്ക് പ്രോപ്പർ ഡ്രെയിനേജ് നെറ്റ്വർക്ക് ഫോർ ക്വിക്ക് റിമൂവൽ ഓഫ് പ്രക്ലോക്റ്റിംഗ് മോയ്സ്ചർ ഓർ റെയിൻ വാട്ടർ ബൈ കൺസ്ട്രക്ട് ഡിച്ചസ് ആൻഡ് വാട്ടർ വേസ് അലോങ് ദ സ്ലോപ്പ്. നമ്മൾ സോയിൽ ഇറോഷനിൽ കണ്ടിരിക്കുന്ന ഒരു കേസാണ് ഡിച്ചസ് കൺസ്ട്രക്ട് ചെയ്യുക. അതായത് പ്രോപ്പറായിട്ടുള്ള ഡ്രെയിനേജ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുക, വാട്ടറിനെ പ്രോപ്പറായിട്ട് കളക്ട് ചെയ്യാനായിട്ടുള്ള സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക. അതാണ് കേസ് എന്ന് പറഞ്ഞാൽ. അടുത്തതെന്ന് പറഞ്ഞാൽ ജിയോളജിക്കൽ സ്ട്രക്ചേഴ്സ്. വീക്ക് പ്ലെയിൻസ് ഓർ സോൺസ് മേ കവേർഡ് ഓർ ഗ്രൗട്ടഡ് ടു പ്രിവെന്റ് പെർക്കുലേഷൻ ഓഫ് വാട്ടർ. ദിസ് ഇൻക്രീസ് ദ കോമ്പാക്ഷൻ ഓഫ് ലൂസ് മെറ്റീരിയൽ. നമ്മളുടെ റീജിയൻസ്, ഏത് റീജിയനാണോ ഈ പറയുന്ന ലാൻഡ് സ്ലൈഡിന് റീസൺ ആകുന്നത്, ആ റീജിയൻസിനെ കുറച്ചുകൂടെ ഈ പറയുന്ന ജിയോളജിക്കൽ സ്ട്രക്ചേഴ്സ് ആ റീജിയൻസിനെ ദ വീക്ക് പ്ലെയിൻസ് ഓർ സോൺസ് മേ കവേർഡ് ഓർ ഗ്രൗട്ടഡ് ടു പ്രിവെന്റ് പ്രക്ലോഷൻ, അതായത് വാട്ടർ പ്രിവെൻഷനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള മെറ്റീരിയൽസ് തമ്മിലൊരു കുറച്ചുകൂടെ ബൈൻഡിങ് പ്രോപ്പർട്ടീസ് ഡെവലപ്പ് ചെയ്യാം. അപ്പം വീക്ക് പ്ലെയിൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ
അങ്ങനെയുള്ള റീജിയൻസിനെ ഒന്ന് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ലാൻഡ് സ്ലൈഡിനെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. Then moving on to the next point, to counter the loose nature of overburden, growing vegetation plants loose ground help in keeping the loose soil together. അതായത് ഇത്രയേ ഉള്ളൂ. ഏത് സോയിലാണോ വളരെയധികം ലൂസായിട്ട് കിടക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മളവിടെ വെജിറ്റേഷൻ പ്രൊവൈഡ് ചെയ്യുക, കൾട്ടിവേഷൻ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെ ഒരു നല്ലൊരു ബൈൻഡിങ് പ്രോപ്പർട്ടി ആ സോയിലിന്, ലൂസ് സോയിലിന് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അതും വളരെ വലിയൊരു കാര്യമാണ്. The last one is mud flow areas build channels or deflection walls to direct the flow around buildings. അതായത് ഒരു ക്ലേ റീജിയൻസോ അങ്ങനെ തുടർന്നുള്ള റീജിയൻസോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ ഒരു ചാനൽ പോലെയൊക്കെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുകയും അല്ലെങ്കിൽ വാട്ടറിനെ ഒന്ന് പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യുകയും ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വളരെയധികം സാധിക്കും. അപ്പോൾ ലാൻഡ് സ്ലൈഡിനെ എന്താണ് ലാൻഡ് സ്ലൈഡ്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് കാരണങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത്, ആ കാരണങ്ങളെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളവയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടത്. ഓക്കെ, സോ പ്ലീസ് ഗോ ത്രൂ ദ ലെക്ചർ and I hope the lecture is clear, and with this we wind up today's section. Thank you.